ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ബൊഗെയിൻവില്ല പ്ലാന്റുകളുടെ സെയിലും അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ല പ്ലാന്റുകളുടെ കട്ടിങ്സ് എങ്ങനെയാണ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതുമാണ് കേട്ടോ. ആദ്യം നമുക്ക് സെയിലിനായിട്ടുള്ള ബൊഗെയിൻവില്ല ചെടികളുടെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഇത് നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മുണ്ടൂർ എന്ന സ്ഥലത്തുള്ള ബീന മാഡത്തിൻ്റെ ഹോം ഗാർഡനിലെ കുറച്ച് ചെടികളാണ്. ഹൈബ്രിഡ് വെറൈറ്റികളടക്കം കുറച്ച് ബൊഗെയിൻവില്ല പ്ലാന്റുകൾ ഇപ്പോൾ സെയിലിനായിട്ട് അവർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 90 രൂപ മുതലുള്ള ചെടികളാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. അത് ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചും അതുപോലെ വെറൈറ്റിക്ക് അനുസരിച്ചും വിലയിലും വ്യത്യാസം വരും കേട്ടോ. ആർക്കെങ്കിലും ബൊഗെയിൻവില്ല പ്ലാന്റുകൾ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അതുപോലെ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ യാതൊരു വക കേടും സംഭവിക്കാതെ നല്ല പാക്കിങ്ങിലാണ് കേട്ടോ മാഡം അയക്കുന്നത്. അവരുടെ വീടിൻ്റെ അടുത്ത ഭാഗത്തുള്ളവരൊക്കെയാണ് വെച്ചെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നാലും പ്ലാന്റുകൾ വാങ്ങാൻ കഴിയും കേട്ടോ. അപ്പോൾ വീട്ടിലേക്കുള്ള വഴിയൊക്കെ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ പറഞ്ഞു തരും. ഇനി ഓൺലൈനായിട്ട് ചെടികൾ വാങ്ങുന്നവരാണെങ്കിൽ നമുക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് വാട്സപ്പിൽ ഇട്ട് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അത് നോക്കി വാങ്ങാം കേട്ടോ. ഇനി നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ല പ്ലാന്റുകളുടെ കട്ടിങ്സ് എടുത്തിട്ട് നഴ്സറിക്കാരെങ്ങനെയാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. ഇതെനിക്ക് പരിചയമുള്ള നഴ്സറിയിലെ സാർ പറഞ്ഞു തന്നതാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ലയുടെ കട്ടിങ്സ് കിട്ടിയപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് പിടിപ്പിച്ച് നോക്കി. അപ്പോൾ അതിൽ മിക്ക പ്ലാന്റുകളും നമുക്ക് പിടിച്ച് കിട്ടി. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കുക. ആദ്യമായിട്ട് നമ്മൾ കട്ടിങ്സ് പിടിപ്പിക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സ് ഇല്ലേ, അത് കട്ടിങ്സ് വെക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ നനച്ച് റെഡിയാക്കി ഒന്ന് വെക്കണം കേട്ടോ. നമ്മളിങ്ങനെ കട്ടിങ്സ് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേ ഒരു മീഡിയം സൈസ് കട്ടിങ്സ് എടുക്കുക. നമുക്കിതുപോലെ കട്ടിങ്സ് കിട്ടിയാലേ നമ്മൾ നടുന്നതിന് മുന്നായിട്ട് എല്ലാ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അതുപോലെ നമ്മൾ മണ്ണിലേക്ക് വെക്കുന്ന ആ ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുകയും ചെയ്യുക. അതിന് ശേഷം നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ ഒന്ന് തേച്ച് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. വേറെ ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ അവർ പറഞ്ഞു തന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ടിംഗ് മിക്സ് ആയിട്ട് വേര് പിടിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന പോട്ടിംഗ് മിക്സ് ഇല്ലേ, അതിൽ ചാണകപ്പൊടി അങ്ങനെയുള്ള ജൈവ വളങ്ങളൊന്നും ചേർക്കണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. മണ്ണും മണലും മാത്രമാണ് ചേർക്കാൻ പറഞ്ഞത്. ഇനി മണലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ മണ്ണ് മാത്രം മതിയെന്ന്. അപ്പോൾ അതേപോലെ മണ്ണും കുറച്ച് മണലും കൂടി ചേർത്ത ഒരു പോട്ടിംഗ് മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ നടുന്ന കമ്പ് നമ്മുടെ പോട്ടിംഗ് മിക്സിൽ കുത്തി ഇറക്കാതെ വേറെ ഏതെങ്കിലും ഒരു കമ്പ് കൊണ്ട് ഒരു ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മളിങ്ങനെ കവർ ചെയ്യുമ്പോഴേ ഈ കവറ് പ്ലാന്റിൽ തട്ടാത്ത രീതിയിൽ വെച്ചോളൂ. ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയിൽ പെട്ടെന്ന് തന്നെ തളിർപ്പുകളും റൂട്ടും ഒക്കെ വരും ചെയ്യും. ഈ ഒരു രീതിയിൽ 2 ആഴ്ച മുന്നേ ഞാൻ പിടിപ്പിക്കാൻ വെച്ച കട്ടിങ്സുകളാണ് കേട്ടോ അതൊക്കെ എങ്ങനെയായിരുന്നെന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇതുപോലെ ട്രാൻസ്പെറൻ്റായ കവർ ഉപയോഗിക്കുന്നതാണ് ഇതിന് നല്ലത്. അപ്പം നമുക്ക് പുറമെന്ന് നോക്കുമ്പോൾ തന്നെ പ്ലാന്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ ഉള്ളിൽ വെള്ളം കുറവുണ്ടെങ്കിലും നമുക്ക് ആ കവർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ ബൊഗെയിൻവില്ല ചെടിയുടെ കട്ടിങ്സ് ഇതുപോലെ പിടിപ്പിക്കാൻ വെച്ചാലേ റൂട്ട് വരുന്നതിന് മുന്നേ വരുന്നത് തളിർപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തളിർപ്പുകൾ വന്നു എന്ന് കരുതിയിട്ട് നമ്മളിത് റീപോർട്ട് ചെയ്യരുത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് ചെടി ഒന്ന് വളർന്നതിന് ശേഷം മാത്രമേ നമ്മൾ റീപോർട്ട് ചെയ്യാവൂ. പിന്നെ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നൈട്രജൻ കൂടുതലുള്ള ചെടി നന്നായി വളരാൻ വേണ്ട ഒരു പോട്ടിംഗ് മിക്സ് കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് 3 നമ്മുടെ പോട്ടിംഗ് മിക്സിൽ ചേർത്തതിന് ശേഷം നമ്മുടെ ചെടി റീപോർട്ട് ചെയ്യുക. ഈ ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി വെച്ചാൽ തന്നെ നമ്മുടെ ബൊഗെയിൻവില്ല പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് വളർന്നു തുടങ്ങും. അങ്ങനെ വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ ബ്രാഞ്ചസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വരുന്ന തളിർപ്പുകളൊക്കെ ഒന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിറയെ ബ്രാഞ്ചസ് വരും കേട്ടോ. അതുപോലെ അതിന് ശേഷം നമുക്ക് ബൊഗെയിൻവില്ല പ്ലാന്റിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെർട്ടിലൈസർ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 19-19-19 DAP, പൊട്ടാഷ് ഇത് 3 ഒരേ അളവിലെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സ് നമുക്ക് നമ്മുടെ ചെടിയുടെ പോട്ടിംഗ് മിക്സിൽ, അതായത് ചെടിയുടെ കടയ്ക്കുന്ന് വിട്ടിട്ട് നമ്മുടെ പോട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക.
നമ്മളിങ്ങനെ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 ദിവസം ഒന്ന് അടുപ്പിച്ച് നനച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങുന്നത് വരെ 1.5 വെച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ. പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദിവസവും രാവിലെ നമ്മൾ നനച്ചു കൊടുക്കണം. നമ്മുടെ ചെടിയിൽ പൂക്കൾ ധാരാളം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്ന് കുറയ്ക്കണം. അതിന് ശേഷം പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ നനച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ പൂക്കൾ വാടാതെ കുറച്ച് നാൾ നമുക്ക് നിന്ന് കിട്ടുള്ളൂ. നമ്മുടെ ബൊഗെയിൻവില്ല ചെടികളിൽ പൂക്കൾ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് അതിന് നല്ല വെയിലാണ്. അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ ചെടികൾ വെക്കുക. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ലകൾ പിടിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഈ ഒരു രീതിയിലൊന്ന് കട്ടിങ്സ് പിടിപ്പിച്ച് നോക്കൂട്ടോ. അപ്പോൾ നമുക്ക് ഈ വർഷത്തിൽ തന്നെ അതിൽ പൂക്കളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുന്നേ നമ്മൾ അഡേനിയൻ ചെടിയുടെ വിത്തുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ? അപ്പോൾ അതിൽ കുറേ പേര് വിത്തുകൾ ചോദിച്ചു, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 32 ആൾക്ക് കൊടുക്കാനുള്ള വിത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും പേർക്ക് ഞാൻ വിത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കിട്ടാത്തവർക്ക് അടുത്ത് തന്നെ ഞാൻ തരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പ്ലാന്റിലും കൂടെ വിത്തുകളായി വരുന്നുണ്ട്. അതായി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.